എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ജനറൽ റീഡിംഗ് നോക്കാം. നിങ്ങളുടെ കരിയർ, ഫൈനാൻസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു റീഡിങ്ങിൽ വരുന്നതായിരിക്കും. ഇന്ന് 12 പോർട്ടൽ ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആണ്. ഈ ഒരു വർഷത്തെ ഏറ്റവും പവർഫുള്ളായ ലാസ്റ്റത്തെ ഡേ ആണ്, ഒരു പോർട്ടലാണ്. അപ്പം ഇന്ന് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ പവറുകളൊക്കെ വളരെയധികം കൂടുന്ന ഒരു ദിവസവുമാണ്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന എല്ലാ പോസിറ്റീവായ കാര്യങ്ങളെയും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഒരുപാട് പേർക്ക് റെസണേറ്റ് ആകാറുണ്ട്. നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. പകരം ഒരു ബാഡ് കർമ്മ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നെഗറ്റീവ് കമൻസും കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. അത് ടാരറ്റ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ടൂളാണ്. ഇപ്പോൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നവർക്കൊക്കെ അത് അറിയാവുന്നതാണ്. നിങ്ങളുടെ ലൈഫിലുള്ള കൃത്യമായ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് ടാരറ്റിൽ നിന്ന് കിട്ടാറുണ്ട്. അത് അത്രയും പവർഫുള്ളായ ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾക്ക് നിങ്ങളുടെ ചോയ്സാണ് കാണണോ വേണ്ടയോ എന്നുള്ളത്. അതിനപ്പുറം മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു മോശം കമൻസിലൂടെയും കാര്യങ്ങളിലൂടെയും ഒക്കെ ഈ കാർഡുകളെ റെസ്പെക്ട് ചെയ്യാതിരിക്കുന്നതും അത് എടുക്കുന്ന ആളെ റെസ്പെക്ട് ചെയ്യാതിരിക്കുന്നതും ഒക്കെ ഒരു ബാഡ് കർമ്മ ക്രിയേഷനാണ്. അത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ആയിരിക്കും തിരികെ വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക. നമുക്ക് ഈ ഒരു റീഡിങ്ങിലേക്ക് പോകാം. ഇന്നത്തെ റീഡിങ്ങിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. Eight of Cups, The Magician. ഇവിടെ മാനിഫെസ്റ്റേഷൻ്റെ ഡേയുടെ അന്ന് തന്നെ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് മജീഷ്യൻ കാർഡാണ്. ദ മാസ്റ്റർ മാനിഫെസ്റ്റർ എന്നാണ് മജീഷ്യൻ കാർഡിനെ പറയുന്നത്. നെക്സ്റ്റ് കാർഡ് ദ ലവേഴ്സ് കാർഡാണ്. 4 of Pentacles, 7 of Wands, 2 of Swords, 9 of Cups, 4 of Swords, 7 of Swords, Queen of Wands. നമുക്ക് ആദ്യം കുറച്ച് കാർഡുകൾ നോക്കിയിട്ട് പിന്നീട് ബാലൻസ് നോക്കാം. സോ ഇവിടെ വന്നിരിക്കുന്ന ഒരു അതായത് നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് ഈ ഒരു വർഷമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഇത്രയും നാളത്തെ ലൈഫിൽ ഒക്കെ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് തന്നെ അറിയില്ല നിങ്ങൾ എന്ത് ദ്രോഹം ചെയ്തു എന്നുള്ളത്. നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന കാര്യമായിരിക്കാം ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത്. കാരണം അത്രമാത്രം കാരണം നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ ഒരു ഹയർ എനർജിയിൽ നിൽക്കുന്ന പേഴ്സണാലിറ്റീസ് ആണ്. അപ്പം എന്തോ ലൈക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ആരെയും ദ്രോഹിച്ചിട്ടില്ല, എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്രയും വേദനകൾ തരുന്നത് എന്നുള്ളത്. നമ്മൾക്ക് എവിടെ തിരിഞ്ഞാലും പ്രശ്നം എന്നുള്ള രീതിയിൽ ആരോട് സംസാരിച്ചാലും അത് വേറൊരു രീതിയിലാകുന്നു. അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഫിനാൻഷ്യൽ ഗ്രോത്തുകളും വരുന്നില്ല. എല്ലാം വിട്ടെറിഞ്ഞ് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകണം, ലൈഫേ മടുത്തു എന്നുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ ഈ ഒരു 4-5 കാർഡുകളിലൊക്കെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ, ലൈഫിൽ ഏറ്റവും സ്ട്രഗിൾഡ് ആയിട്ടുള്ള ഒരു പീരീഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ എനർജിയാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നു, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, എല്ലാം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുക എന്നൊക്കെ പറയില്ലേ. നമ്മൾ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ടാകും, ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസ് വളരെ കൂടുതലായിരിക്കും. അപ്പം എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളിലേക്ക് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ എപ്പോഴും ഭയങ്കരമായിട്ടൊരു എന്താണ് എൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്ത് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാം ഇട്ട് എങ്ങോട്ടേലും പോകണം, എനിക്കിതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ കയ്യിൽ ഒന്നും നിൽക്കുന്നില്ല, കാര്യങ്ങളെ ഒന്നും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എവിടെ തിരിഞ്ഞാലും എനിക്ക് ശത്രുക്കളാണ്, അല്ലെങ്കിൽ എല്ലാവരും എന്നെ തന്നെയാണ് എയിം ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ഒരു തോട്ട് ഇപ്പം നടക്കുന്നത്.
പക്ഷെ ഇവിടെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പ്രോബ്ലംസിനെല്ലാം ഒരു വശത്തും മറ്റൊരു വശത്ത് നിങ്ങൾ നിൽക്കുന്നത് വളരെ അധികം ഹയർ എനർജിയിലുമാണ്. അത് ഇവിടെ ഈ രണ്ട് കാർഡുകളും ലവേഴ്സ് കാർഡും ആൻഡ് മജീഷ്യൻ കാർഡുകൾ നിൽക്കുന്നത് രണ്ടും പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് വളരെയധികം ഒരു ഹയർ, അതായത് ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്. അതായത് വളരെയധികമുള്ള നമ്മൾ പറയില്ലേ ഒരുപാട് അവയർനെസ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ബോധമുള്ള ആളുകൾ എന്ന് പറയില്ലേ, അങ്ങനെയുള്ള അത്രയും ഉയർന്ന ലെവലിൽ ചിന്തിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങൾ. മറ്റുള്ളവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകും. നിങ്ങളെ എത്ര ദ്രോഹിച്ചിട്ടുള്ള ആളുകളായാൽ പോലും അവർ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല അവരെന്നെ മുന്നേ ദ്രോഹിച്ചവരാണ് എന്നുള്ള കാര്യം പോലും നിങ്ങൾ അവിടെ മറന്ന് അവർക്ക് നിങ്ങൾ അത്രത്തോളം നിങ്ങളുടെ എനർജി സെൻഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം നിങ്ങൾ യൂണിവേഴ്സിനാൽ സെലക്ട് ചെയ്യപ്പെട്ട സോൾസ് ആണ് എന്നുള്ളതാണ്. കാരണം ഒരു സോൾമേറ്റിന്റെ ഒരു കാർഡൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു കാർഡിലൂടെ പറയുന്നതും അതാണ്. നിങ്ങൾ വളരെയധികം ഇവിടെ ഒരു ഏഞ്ചലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം ഏഞ്ചൽ അവിടെ ആ ഒരു കാർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ലോകത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് നിങ്ങൾക്കൊരു വളരെ ഹയർ പർപ്പസ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിനെ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പെയിൻ എല്ലാം അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്. അതായത് ഈ ഒരു ജേണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ അത്രയും വളരെ അതായത് നമ്മൾ പറയില്ല ഗോഡ്സ് ചൈൽഡ് എന്നൊക്കെ പറയില്ല, ദൈവത്തിന്റെ കുഞ്ഞ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അത്രയും ഒരു ഹയർ വൈബ്രേഷനിൽ ഇരിക്കുന്ന നിങ്ങളുടെ ലൈഫിലെ എന്ത് കാര്യത്തിനെ വേണമെങ്കിലും നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാം. അതിന് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതല്ല മണി, ഫിനാൻസ്, കരിയർ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, എനിത്തിങ്, എന്തൊരു കാര്യത്തെയും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങളുടെ മറുവശം ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇല്ലായ്മയിലേക്കായിരിക്കാം. അതായത് എനിക്കിതില്ല, ഞാൻ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും എൻ്റെ കയ്യിൽ അതിനുള്ള അതിന് വേർത്തിയായിട്ട് എൻ്റെ കയ്യിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു വശം. മറുവശം ഈ പറയുന്നത് പോലെ വളരെ ഹയർലി എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം ഇവിടെ വരുന്ന ഒരു മീനിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും നാളും പോയിരുന്ന ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ട്രൂ പർപ്പസിലേക്ക് നിങ്ങൾ കണക്റ്റഡ് ആകേണ്ട ഒരു സമയം വന്നു എന്നതാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് കാര്യത്തിൽ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട, നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്ക് ഇന്ന കാര്യം വേണം, ഇന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം, ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകണം, അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് ഒരു പുതിയ റിലേഷൻഷിപ്പ് വരണം. നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യത്തെയും നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം. കാരണം നിങ്ങളുടെ എനർജി അത്രയും മജീഷ്യൻ എനർജിയിൽ അത്രയും ഹയർ ലെവലിൽ തന്നെയാണ് നിങ്ങൾക്ക് നിൽക്കുന്നത്. നിങ്ങളുടെ കുറച്ച് ഷാഡോ സെൽഫുകൾ ഉണ്ടെങ്കിൽ പോലും, ഷാഡോ സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഇൻസെക്യൂരിറ്റിയാണ്. അത് നമുക്ക് ഭയം ഉണ്ടാകാം, നമുക്ക് സൊസൈറ്റി ഫിയർ ഉണ്ടാകാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ഷാഡോ സെൽഫ് എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു ഷാഡോ സെൽഫിനെ നിങ്ങൾ ഇന്ന് അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മറന്നു കളയുക, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഒരു എനർജി നിങ്ങൾക്ക് ഇൻഫൈനൈറ്റ് ആണ്. ഇവിടെ ഇൻഫിനിറ്റി സിമ്പിളൊക്കെ വരുന്നതും അതാണ്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന അബണ്ടൻസ് എന്ന് പറയുന്നത് അത്രത്തോളമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലും ഉണ്ടാവില്ല ഇത്രത്തോളം ഒരു ബ്ലെസ്സിങ്സിന് ഞാൻ അർഹയാണോ അല്ലെങ്കിൽ അർഹനാണോ എന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കും. കാരണം അത്രത്തോളം നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ വരാൻ പോകുന്ന ഒരു ടൈമാണ്. അപ്പൊ അതെല്ലാം ഇന്നത്തെ ഒരു ദിവസം അൺലോക്ക് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നൊരു മെസ്സേജ്. നമുക്ക് കുറച്ചുകൂടി കാർഡുകൾ എടുത്ത് നോക്കാം. Knight of Pentacles, Eight of Swords, Knight of Swords. Okay, the World. Nine of Pentacles, Judgment,
Six of Cups, Page of Wands, Seven of Pentacles, King of Cups. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു നിങ്ങളുടെ ഒരു ചിന്തകൾ, അതായത് എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കുന്നില്ല, എനിക്ക് എന്താണ് ഇത്തരത്തിൽ ഞാൻ പെയിൻഫുൾ ആയ സിറ്റുവേഷനിലൂടെ പോകേണ്ടി വരുന്നത് എന്നൊക്കെ നിങ്ങളൊരു സംശയത്തിന്റെ ഒരു എനർജിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ്, കാരണം നിങ്ങളൊന്ന് ജസ്റ്റ് ഈ കയ്യില് കെട്ടിവെച്ചിരിക്കുന്ന, കണ്ണും കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതൊന്ന് വളരെ ലൂസായിട്ടാണ് ആ കൈ കെട്ടിവെച്ചിരിക്കുന്നത് പോലെ. ഒന്ന് അനങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ കെട്ടഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു ചുറ്റുമുള്ള നെഗറ്റീവ്സിൽ നിന്നും, നമ്മളെ നെഗറ്റീവ് ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് സിറ്റുവേഷൻസ് ആയിരിക്കാം, ഇതിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു അവസരം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ എന്തായാലും നമ്മൾ എവിടെയൊക്കെയോ നമ്മുടെ ഒരു പേടിയാണ്, ഞാനിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് ആളുകൾ വിചാരിക്കുക എന്നെക്കുറിച്ച്. നമ്മളുടെ ചെറിയ സോഷ്യൽ ഫിയറുകളുണ്ട്. അതായത് സൊസൈറ്റിയുടെ ഒരു കണ്ടീഷനിങ്ങിലൊക്കെ ജീവിക്കേണ്ടി വരുമ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു സ്റ്റാൻഡ് എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം ചിലപ്പോൾ ഇപ്പം നിങ്ങൾ നിൽക്കുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു സക്സസ് എന്ന് പറയുന്നത് ദ വേൾഡ് ആണ്. അതായത് ഏറ്റവും വലിയ ഒരു ഫുൾഫിൽമെന്റ്, ഒരു അച്ചീവ്മെന്റ്, ഒരു പുതിയ ബിഗിനിങ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫിനെ ടേൺ ചെയ്യിക്കാൻ നിങ്ങൾക്ക് വളരെയധികം കഴിവുകളുണ്ട്. ആ ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതായത് നമ്മൾ പറയില്ല, നമ്മുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. ആ ഒരു കംഫർട്ട് സോൺ, നമ്മൾ പെയിൻ ആയിരിക്കും ചിലപ്പോൾ, ആ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ അങ്ങനെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ അതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ കരിയറിലായിരിക്കാം. നമ്മൾ വിചാരിക്കും, ഞാനിപ്പോൾ ഈ ജോലി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നാളെ എൻ്റെ ബില്ല് ആര് പേ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ഫാമിലീൻ്റെ റെസ്പോൺസിബിലിറ്റി എങ്ങനെ എടുക്കും. അത്തരത്തിലൊക്കെ നിങ്ങൾക്ക് പറ്റുന്നില്ലാത്ത ഒരു ജോലിയിലായിക്കോട്ടെ, നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ സ്റ്റക്കായിട്ട് കിടക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങൾക്ക് പറ്റുന്നില്ലാത്ത ഒരു റിലേഷൻഷിപ്പിൽ പോലും നിങ്ങൾ ആളുകളെ പേടിച്ചിട്ട് എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ നിൽക്കുന്നുണ്ടാകാം. അപ്പം അതിനെല്ലാം നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ നിങ്ങളൊരു എഫേർട്ട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് വേറെ ഒരു ലെവലിലേക്ക് തന്നെ മാറിപ്പോകും എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ വളരെയധികം ഏഞ്ചൽസിന്റെയും ഡിവൈൻ്റെയും ഒക്കെ ബ്ലെസ്സിങ്സ് ഉള്ള ആളുകളാണ്. നേരത്തെ നമുക്ക് ഏഞ്ചൽ കാർഡ് വന്നിരുന്നു, ഇപ്പോഴും വീണ്ടും വന്നിരിക്കുകയാണ് ജഡ്ജ്മെന്റ് കാർഡ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ജഡ്ജ്മെന്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമാണ്. നമ്മുടെ ഇത്രയും നാളത്തെ പാസ്റ്റിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അതായത് ഓക്കെ, ഞാൻ ഇങ്ങനെ ആയിരുന്നു, എനിക്ക് എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, പക്ഷേ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഇനി നെക്സ്റ്റ് ഞാൻ എടുക്കേണ്ട ഒരു ആക്ഷൻ ഉണ്ട്. ഞാൻ എൻ്റെ പേടിയെ മറികടക്കണം, ഞാൻ എൻ്റെ ലൈഫിനെ പുതുതായിട്ട് നിർമ്മിക്കണം. അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് നിങ്ങൾ പോവുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വരാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് മറന്നു പോയിട്ടുണ്ടാവുന്ന കാര്യങ്ങളായിരിക്കാം. അതായത് ഫൈനാൻസ് ആയിക്കോട്ടെ, നിങ്ങൾ മുന്നേ പഠിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുന്നേ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്ത ഒരു മണി അതായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാൽ പോലും നിങ്ങളുടെ കൂടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതെവിടെയോ നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ പോകുന്നു. നിങ്ങൾ എടുക്കുന്ന ഒരു ഹാർഡ് വർക്കിനുള്ള ഒരു റിസൾട്ട്. നിങ്ങൾ ഇത്രയും കാലം ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മൾക്ക് പറ്റുന്ന ലെവലിനേക്കാളും താഴ്ന്നിട്ട് തന്നെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സ്ട്രഗിളിനുമുള്ള നിങ്ങൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ആയിരുന്നു. അതായത് ഒരു ജോലി എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്നതിനേക്കാൾ വലിയ ജോലികൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊരു അതിനുള്ള ഒരു ഈക്വൽ പേ ഒരിക്കലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾക്ക് ആ ഒരു സിറ്റുവേഷനെ, അല്ലെങ്കിൽ അത് എനിക്ക് പറ്റുന്നില്ല എന്ന് അറിഞ്ഞാലും അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയാതെ അതിൽ ഒരു പിടിച്ചു നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സിറ്റുവേഷൻസും നിങ്ങൾക്ക് മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബ്ലെസ്സിങ് ആയിട്ടൊരു അബണ്ടൻസ്, ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇറ്റ്സെൽഫ് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ, നിങ്ങൾക്കൊരു ജോലി ആയിക്കോട്ടെ, നിങ്ങളുടെ കരിയറിൽ ഒരു മാറ്റങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, എല്ലാം ഒരു ഏറ്റവും നല്ല രീതിയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിലേക്ക് നിങ്ങളുടെ ലൈഫ് മാറാൻ പോകുന്നു.
ഈ ഒരു ഡിവൈൻ ടൈം ഇന്നത്തേന് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ മുന്നേ എടുത്ത കാർഡുകളിൽ മജീഷ്യൻ കാർഡ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു റീഡിങ്ങിൽ പറയുന്ന എന്ത് കാര്യത്തിനെയും നിങ്ങൾക്ക് പോസിറ്റീവ്ലി അട്രാക്ട് ചെയ്യാം. അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഫുൾഫിൽമെന്റിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് ഇവിടെ വരുന്ന ഒരു മെസ്സേജ്. അതായത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിന്റെ കാര്യമാകുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു കമ്മിറ്റ്മെന്റ് തന്ന് നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ പോകുന്ന ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളൊക്കെ മാറി അതിനും ഒരു ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു അബണ്ടൻസിന്റെ ഒരു ഗേറ്റ് വേ ഓപ്പൺ ആയി എന്ന് പറയും. അപ്പം അത്രത്തോളം അബണ്ടൻസ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ അതിനെ ഒന്ന് റിസീവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എനർജിയിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ പറയുന്നത് അങ്ങനെയാണ്, നിങ്ങളുടെ പാസ്റ്റിനെ, നിങ്ങൾ വേദനിച്ച് പോയ ആ ഒരു സിറ്റുവേഷനെ എല്ലാം നിങ്ങൾ മറക്കുക. അതിനെ ഹീൽ ചെയ്യുക. മറക്കുക എന്ന് പറയുമ്പോൾ അതിനെ ഹീൽ ചെയ്യുക. അതായത് ഓക്കെ, ഞാൻ അത് ആ സിറ്റുവേഷനിലൂടെയാണ് പോയത്, അത് എൻ്റെ ലൈഫിൽ സംഭവിക്കേണ്ട കാര്യങ്ങളായിരുന്നു, ആ ഒരു സിറ്റുവേഷനെ എനിക്കിപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ആക്സെപ്റ്റൻസിലേക്ക് എത്തുക. നിങ്ങൾ പൂർണ്ണമായിട്ടും ഡിവൈനിന് സറണ്ടർ ചെയ്യുക. അതായത് ഇവിടെ ഈ ഒരു ജഡ്ജ്മെന്റ് കാർഡും അങ്ങനെയാണ്. നമ്മൾ പൂർണ്ണമായിട്ടും പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്ത് പുതിയ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് നിങ്ങളുടെ ലൈഫിലേക്ക്, എല്ലാവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പാണ്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ബിലീഫാണ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതാണ് നമ്മുടെ അടുത്തേക്ക് എത്തുക. നമ്മൾ നെഗറ്റീവായിട്ടാണ് വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വരുന്നതും ആ ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും. നമ്മൾ പോസിറ്റീവായിട്ടാണ് വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതും ആ ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും. അതിന് എന്ത് കാര്യത്തിലായിക്കോട്ടെ, നമ്മൾ ഒരാളെ കുറിച്ച് ഒരു മോശം വിചാരിക്കുമ്പോൾ അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ലൈഫിലും റിഫ്ലക്റ്റ് ആകുന്നത്. അപ്പം ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ തോട്ടിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ മലിനമാക്കാതിരിക്കുക. അതിനെ പ്യൂരിഫൈ ചെയ്ത് അതിനെ എപ്പോഴും പോളിഷ് ചെയ്ത് വെക്കുക. അങ്ങനെ വെക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരുന്നതും നല്ല റിലേഷൻഷിപ്പുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതും. ഇനി നിങ്ങളുടെ അടുത്ത് നിന്ന് പോയൊരു പേഴ്സൺ ആയിക്കോട്ടെ, ആ ഒരു പേഴ്സൺ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും. അത് ഏറ്റവും നല്ല രീതിയിലായിരിക്കും തിരിച്ചു വരുന്നത്. അല്ലാതെ നിങ്ങളുടെ അടുത്ത് നിന്ന് പോയ അതേ സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തി തിരിച്ചു വന്നിട്ട് കാര്യമില്ല. ഇവിടെ നിങ്ങൾക്ക് പാസ്റ്റിൽ നിന്ന് ഒരു റിട്ടേൺ അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ വെച്ച് മറന്നുപോയ ഒരാളായിരിക്കാം. നിങ്ങൾക്ക് പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ ഒരു നല്ല സൗഹൃദമായിരിക്കാം, അല്ലെങ്കിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇനി അതല്ല, നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ഫിനാൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ കുറച്ച് പണം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകാം. ആ ഒരു നിങ്ങളെ അത് ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും. ഇനി അതൊരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം നിൽക്കുന്നത്. അപ്പം അതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരികയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, പൂർണ്ണമായിട്ട് നിങ്ങൾ ആ ഒരു ഹയർ സെൽഫിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഏത് ദൈവമാണോ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഡിവൈനിന്റെ ചൈതന്യത്തെ നിങ്ങൾ പൂർണ്ണമായും ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിനെ ഡിസൈഡ് ചെയ്യുന്നതും നിങ്ങളുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യുന്നതും ഒക്കെ ആ ഡിവൈനാണ്. നമ്മുടെ ലൈഫിന്റെ ക്രിയേറ്ററാണ്. അപ്പം നമ്മളുടെ ജീവിതം എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിൽ ചില പേജുകളൊക്കെ വേക്കൻ്റ് ആയിട്ടിടും. അവിടെ നമുക്ക് എഴുതി ചേർക്കാം നമ്മളുടെ ആക്ഷനാണ് നമ്മളുടെ ഫ്യൂച്ചറിനെ നിശ്ചയിക്കുന്നതെന്നാണ് പറയുക. നമ്മൾ ഇന്നലെ എന്തായിരുന്നു അതാണ് നമ്മൾ ഇന്നെന്താണോ അതാണ് നമ്മൾ നാളെ. അപ്പം ഇന്നലെ വരെയുള്ളത് നമ്മൾ മറന്നു കളയുക, പാസ്റ്റിനെ മറന്നു കളയുക, അതിനെ ഹീൽ ചെയ്യുക. ആൻഡ് ഇപ്പോഴുള്ള ആ ഒരു ലൈഫ് ഇനി മുതൽ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഇപ്പം ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ലൈഫാണ് മുന്നിൽ വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ റെസണേറ്റ് ആവുക. നിങ്ങൾക്ക് ഇവിടെ നിന്ന് വരുന്ന ഈ ഒരു റീഡിങ്ങിൽ വരുന്ന എല്ലാ പോസിറ്റീവായ കാര്യങ്ങളെയും നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് അത് തിരിച്ചു വരിക തന്നെ ചെയ്യും. അത്രയും ഹയർ എനർജിയിൽ നിന്നിട്ടാണ് ഈ ഒരു റീഡിങ് ഞാൻ എടുക്കുന്നതും ഈ ഒരു എനർജി നിങ്ങളിലേക്ക് അയച്ചു തരുന്നതും. അപ്പം അതിനകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വളരെ വേഗം തന്നെ ഇന്നത്തെ ഒരു ദിവസം അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഈ ഒരു റീഡിങ് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ഇത് ഓക്കെയാണ്. കാരണം ഇതൊരു 12/12 ശേഷം നടക്കുന്ന നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പം എനി ടൈം നിങ്ങൾക്കിത് കാണാം. ഏതു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാവുന്നതുമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു
ലൈഫ് അല്ലെങ്കിൽ നല്ലൊരു ടുമോറോ, നല്ലൊരു നാളെ എല്ലാവർക്കും ഉണ്ടാകട്ടെ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഡിവൈൻ മാറ്റിത്തരട്ടെ. നിങ്ങൾക്ക് വളരെയധികം ഹീലിംഗ് എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് ഡിവൈൻ അയക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി.